നമസ്കാരം. റഷ്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കാമെന്ന നിബന്ധനയോടെ മോദി ട്രംപുമായുള്ള കരാറിന് കൈകൊടുക്കാൻ കാരണമെന്ന് അത് ലോകം മുഴുവൻ പറയുന്നത് പോലെ എപ്സ്റ്റീൻ ഫയലിൽ മോദിയുടെ പേര് ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഭയമാണോ, അതോ ഒളിഞ്ഞിരിക്കുന്ന മറ്റെന്തെങ്കിലും വാഗ്ദാനം ഇന്ത്യക്ക് ട്രംപ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായി പുറത്തു വന്നു. കശ്മീർ തങ്ങളുടെ ഭാഗമാണെന്നുള്ള പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള അവകാശവാദത്തിന് തിരിച്ചടിയായി പാക് അധിനിവേശ കശ്മീർ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപടം പങ്കുവച്ച് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് രംഗത്ത് വന്നിരിക്കുകയാണ്. US-ന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരമൊരു നടപടി ഇന്ത്യക്കുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യയുടെ ഭൂപടത്തിൽ അത് ഇന്ത്യൻ ഭൂപ്രദേശത്തെ വ്യക്തമായി അടയാളപ്പെടുത്തിയിരുന്നു. ഭൂപടത്തിൽ പാക് അധിനിവേശ കശ്മീർ ഭാഗം ഉൾപ്പെടെയുള്ള ജമ്മു കശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി കാണിക്കുന്നു. US നേതൃത്വം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അംഗീകരിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ പറയും. US കയറ്റുമതിക്ക് ഇന്ത്യ തീരുവകൾ കുറച്ചതായി കാണിക്കുന്ന ഒരു ഗ്രാഫിക് ഭാഗമായിരുന്നു ഇന്ത്യയുടെ ഭൂപടം. US ട്രീ നട്ട്സ്, റെഡ് സോർഗം, പുതിയതും സംസ്കരിച്ചതുമായ പഴങ്ങൾ, ഉണങ്ങിയ ഡിസ്റ്റിലേറ്റഡ് റെയിൻസ്, അമേരിക്കൻ വൈൻ, സ്പിരിറ്റ്സ് എന്നിവയാണ് ഇറക്കുമതിയിൽ ഉൾപ്പെടുന്നത്. പുതിയ സംയുക്ത ചട്ടക്കൂട് അനുസരിച്ച് ഇന്ത്യ ഒന്നുകിൽ ഇവയ്ക്കുള്ള തീരുവകൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമെന്നാണ് ധാരണ. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകളുടെ തീരുവ 18% കുറയ്ക്കാനും 25% അധിക തീരുവ പിൻവലിക്കാനും US ധാരണയായിട്ടുണ്ട്. പാകിസ്ഥാൻ ഇത് വലിയ അവഗണനയും നാണക്കേടുമാണ്. സമീപകാലത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വളരെയധികം അടുത്തിടപഴകാനും US-ഉമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പാക് ഭരണകൂടം അധിക ശ്രമങ്ങൾ നടത്തി. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ US സന്ദർശനം ഉൾപ്പെടെ നടത്തിയിരുന്നു. അപൂർവ ധാതുക്കളിലും സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പാകിസ്ഥാൻ US-ന്റെ താൽപര്യങ്ങൾക്ക് ഏറെ മുൻഗണന നൽകുന്നു. പക്ഷേ ഇന്ത്യക്കുപരിയായി പാകിസ്ഥാനെ പ്രതിഷ്ഠിക്കാൻ US-ന് താൽപര്യക്കുറവുണ്ടെന്ന് ഇന്ത്യയോടുള്ള US-ന്റെ സമീപകാല നടപടികൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ US-ന് താൽപര്യമുള്ള ഒരു വിഷയമായിരിക്കാം, പക്ഷേ ഇന്ത്യക്ക് ബദലല്ല എന്ന സന്ദേശമാണ് US നൽകുന്നത്. ലോകരാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതിനാൽ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തിന് US മുൻതൂക്കം നൽകുമെന്നത് വ്യക്തമാണ്. തങ്ങളുടെ ഭാഗമാണെന്ന പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള കശ്മീർ അവകാശവാദങ്ങൾക്ക് മറുപടിയായി പാക് അധിനിവേശ കശ്മീരും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സമ്പൂർണ്ണ ഭൂപടം പങ്കുവച്ച US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് നടപടി വെറും ഒരു പ്രതികരണമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു സന്ദേശം കൂടിയാണ്. കശ്മീർ വിഷയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അർത്ഥശൂന്യമായ വാദപ്രതിവാദങ്ങൾക്ക് വിരാമമിടുന്ന തരത്തിൽ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ നിലപാടിന് ശക്തമായ അംഗീകാരം ലഭിക്കുന്നതിന്റെ സൂചനയായി വേണം ഈ സംഭവം വിലയിരുത്തപ്പെടേണ്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള വ്യാപാരം അവസാനിപ്പിക്കുന്നതിനും പകരമായി കശ്മീർ പൂർണ്ണമായും ഇന്ത്യക്ക് വിട്ടുകൊടുക്കാമെന്ന ഒരു ഒളിഞ്ഞിരിക്കുന്ന നിബന്ധന ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് വെറും കൗതുകമല്ല, അത് നിലവിലെ പൊളിറ്റിക്കൽ സമവാക്യങ്ങളുടെ സ്വാഭാവിക ചിന്ത തന്നെയാണ്. ഈ സാധ്യത യാഥാർത്ഥ്യമായാൽ പാകിസ്ഥാനിൽ അതൊരു നയതന്ത്ര തിരിച്ചടിയല്ല, മറിച്ചൊരു ചരിത്രപരമായ രാഷ്ട്രീയ പരാജയം തന്നെയായി. കശ്മീർ വിഷയത്തെ സ്വന്തം ദേശീയ തിരിച്ചറിവിന്റെ ഭാഗമാക്കി ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പരാജയങ്ങൾ മറയ്ക്കാൻ പാകിസ്ഥാൻ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന വാദമാണ് കശ്മീർ ഞങ്ങളുടേതാണ് എന്ന മുദ്രാവാക്യം. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയുടെ ഭൂപടം പാക് അധിനിവേശ കശ്മീർ ഉൾപ്പെടുത്തി അംഗീകരിക്കുന്ന നിമിഷം ആ വാദത്തിന്റെ അടിത്തറ തന്നെ തകരും. പാകിസ്ഥാൻ ഇത് ഇരട്ട പ്രഹരമാണ്. ഒന്നാമത് അന്താരാഷ്ട്ര പിന്തുണയുടെ ക്ഷയം, രണ്ടാമത് ആഭ്യന്തര തലത്തിൽ കശ്മീർ വിഷയത്തെ ചൂണ്ടിക്കാട്ടി സൈനിക രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്ന സ്ഥാപിത ശക്തികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. ലോകം കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് അംഗീകരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ പതിവ് ആരോപണങ്ങളും അന്താരാഷ്ട്ര ഫോറങ്ങളിലെ ശൂന്യ പ്രസംഗങ്ങളും പ്രസക്തിയറ്റതാകും. US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് പങ്കുവച്ച ഭൂപടം ഒരു ചിത്രം മാത്രമല്ല, അത് ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ആഗോള ശക്തി സമവാക്യങ്ങൾ മാറുമ്പോൾ ചരിത്രമൊടുവിൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടി വരും. ആ യാഥാർത്ഥ്യം കശ്മീർ ഇന്ത്യയുടേതാണ് എന്നതായാൽ അത് പാകിസ്ഥാന് സഹിക്കാനാകാത്ത ഒരു സത്യം തന്നെയാകും, നാണക്കേട് തന്നെയാകും.